പുലിയായിരുന്നു എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ ഓടി വന്ന് നോക്കുമ്പോൾ കൂട്ടിൽ കുടുങ്ങിയ പോലെയായിരുന്നു. അപ്പോൾ അതിനെ ഞാൻ എടുത്ത് പൊന്തിച്ച് കൂട്ടിൻ്റെ ഉള്ളിലേക്ക് തന്നെ ആക്കി. അത് നോക്കുമ്പോഴാണ് അതിൻ്റെ ഉള്ളിലുള്ള ഒരു 3 വയസ്സുള്ള ഒരു കുഞ്ഞാ ഉണ്ടായിരുന്നു. അതിൻ്റെ കഴുത്ത് കടിച്ച് മുറിച്ച് ഇതാക്കി വെച്ചിരിക്കുന്നത്. അത് ചത്തറുണ്ടായിരുന്നു. സംഭവം അന്നേരം നടന്നിട്ടുള്ളൂ. ഈ തള്ള കരയുന്ന കേട്ടിട്ടാണ് ഞാൻ ഉറക്കത്തിൽ നിന്ന് എണിച്ച് വന്നത്. തെരച്ചിൽ നടത്തിയതിൽ 3 കിലോമീറ്റർ ചുറ്റളവിൽ കണ്ടിട്ടില്ല. ഇനി ഇത് എവിടെയെങ്കിലും പതുങ്ങി കിടക്കുകയാണെങ്കിൽ അങ്ങനെ ഇതിൽ കിട്ടില്ല എന്ന് പറഞ്ഞു. ഡ്രോൺ വെച്ച് നോക്കിയായിരുന്നു. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ചെറുമാട് പ്രദേശം സ്കൂളിന്റെ ഭാഗത്തൊക്കെ ആയിട്ട് പുലിന്റെ ശല്യം അനുഭവപ്പെട്ടിരുന്നു. പലരും കണ്ടതായിട്ട് പറഞ്ഞു. ചെറുമാട് സ്കൂളിന്റെ ഭാഗത്താണെങ്കിൽ ഒരു പൊതുശ്മശാനം കാട് പിടിച്ചെടുക്കാണ് പഞ്ചായത്തിന്റെ. അപ്പൊ ഇതൊക്കെ ഒന്ന് വെട്ടിത്തെളിച്ച്. നമസ്കാരം, ഞാനിപ്പോൾ ഉള്ളത് വയനാട് ജില്ലയിലെ നെന്മേനി പഞ്ചായത്തിൽപ്പെട്ട തവനി എന്ന് പറയുന്ന പ്രദേശത്താണ്. ഇതിനു മുന്നേ നമ്മൾ ഈ ചീരാല് പ്രദേശത്തൊക്കെ കഴിഞ്ഞ ആഴ്ചയൊക്കെ നമ്മൾ വന്നിരുന്നു. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള പ്രദേശങ്ങളാണ് ചീരാലൊക്കെ. പുലിയാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. കഴിഞ്ഞ ദിവസം ഈ ഒരു പ്രദേശത്ത് ഒരു കർഷകൻ്റെ ആടിനെ പുലി കടിച്ച് കൊല്ലുന്ന ഒരു സാഹചര്യം മാത്രമല്ല, ഒരു ആടിന് പരിക്കുമുണ്ട്. ഈ പ്രദേശത്ത് അടുത്തൊന്നും ഫോറസ്റ്റ് ഇല്ലാത്ത സ്ഥലങ്ങളാണ് ഇതൊക്കെ. പക്ഷേ ഇവിടെ പുലിയും നമ്മൾ കുറച്ച് ദിവസം മുന്നേ ചീരാലിലൊക്കെ കടുവയും ഒക്കെ ഇങ്ങനെ വിലസി നടക്കുകയാണ്. ഇതുപോലെ ജനവാസ മേഖലയിൽ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ പ്രദേശമൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, ഇതെല്ലാം കൃഷി മേഖലകളും ജനവാസ മേഖലകളുമാണ്. ഇവിടെ ആണ് ഇങ്ങനെ പുലിയും കടുവയൊക്കെ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നത്. ഏതായാലും കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു കർഷകൻ്റെ ആടിനെ പുലിയാണ് പിടിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് ആ ഒരു വീട്ടിൽ ചെന്ന് അവരോട് തന്നെ നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കാം. ഏതായാലും ആളുകളുടെ ഒരു അഭിപ്രായമൊക്കെ എന്നറിയാം കേട്ടോ. ഇപ്പം നമ്മൾ ആ വീട്ടിലാണുള്ളത്. ഇതാണ് ആടുകളുടെ ഉടമസ്ഥൻ. ചേട്ടൻ്റെ പേരെങ്ങനെയാണ്? എൻ്റെ പേര് സാജി. ഇത് മിനിയാന്ന് എത്ര മണിയായപ്പോഴാണ് സംഭവം നടന്നത്? രാത്രി ഒരു 2 മണിയായപ്പോഴായിരുന്നു. 2 മണിക്ക് വെളുപ്പിന് 2 മണിയായി. ഒച്ച കേട്ടാണ് നിങ്ങൾ? തള്ളയാട് കരയുന്ന ഒച്ച കേട്ടപ്പോഴാണ് ഞാൻ കിടന്നിടത്തുനിന്ന് എണിച്ച് ഓടി വന്നേ. പുലിയായിരുന്നു എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ ഓടി വന്ന് നോക്കുമ്പോൾ കൂട്ടിൽ കുടുങ്ങിയ പോലെയായിരുന്നു. അപ്പോൾ അതിനെ ഞാൻ എടുത്ത് പൊന്തിച്ച് കൂട്ടിൻ്റെ ഉള്ളിലേക്ക് തന്നെ ആക്കി. അത് നോക്കുമ്പോഴാണ് അതിൻ്റെ ഉള്ളിലുള്ള ഒരു 3 വയസ്സുള്ള ഒരു കുഞ്ഞാ ഉണ്ടായിരുന്നു. അതിൻ്റെ കഴുത്ത് കടിച്ച് മുറിച്ച് ഇതാക്കി വെച്ചിരിക്കുന്നത്. അത് ചത്തറുണ്ടായിരുന്നു. ചേട്ടാ വന്ന സമയത്ത് സംഭവം നടന്നിട്ടേ ഉള്ളൂ? സംഭവം അന്നേരം നടന്നിട്ടുള്ളൂ. ഈ തള്ള കരയുന്ന കേട്ടിട്ടാണ് ഞാൻ ഉറക്കത്തിൽ നിന്ന് എണിച്ച് വന്നത്. ഇവിടെ ഈ കൂട്ടിൽ വെച്ചാൽ സംഭവം? ഈ കൂട്ടിൽ വെച്ചായിരുന്നു സംഭവം. എവിടെയായിട്ടാ? ഇവിടെയേ ഇതിൻ്റെ ഉള്ളിൽ ഇവിടെ കെട്ടിയിരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയ്ക്കടെ വന്ന് പിടിച്ചാ? അതിൻ്റെ ഉള്ളിൽ കൂടിയാണ് വന്ന് പിടിച്ചത്. പിടിച്ചല്ലേ? പുലിയാന്ന് സ്ഥിരീകരിച്ചല്ലോ അല്ലേ? പുലിയാന്ന് വനംവകുപ്പ് വന്ന് സ്ഥിരീകരിച്ചു. അല്ലേ? ഇതിന് മുന്നേ ഇങ്ങനെ ഈ ഭാഗത്ത്? ഇതിന് മുൻപ് ഈ ഭാഗത്തായിട്ടില്ലായിരുന്നു. ചീരാൽ ഭാഗത്താണ് പുലിന്റെ ശല്യം ഉണ്ടായിരുന്നത്. കടുവയായിട്ടും കുറെ പശുവിനെയും ഒക്കെ ആക്രമിച്ചിട്ടുണ്ട്. ഇവിടെ അടുത്ത് ഫോറസ്റ്റ് ഒന്നും ഇല്ലല്ലോ? ഫോറസ്റ്റ് ഇല്ല. ഇവിടെ വേടങ്കോട് എസ്റ്റേറ്റ് ഉണ്ട്. എസ്റ്റേറ്റ് അവിടെയാണ് ഇതെല്ലാം. ചെറുമാട് ഭാഗത്ത് ഒരു പൊതു ശ്മശാനമുണ്ട്. അപ്പൊ അതിനകത്ത് ഭയങ്കര കാടാണ്. അതിലൊക്കെയാണ് ഇനി തമ്പടിക്കണേന്ന് അറിയത്തില്ല. അവിടെ ആ ഭാഗത്തും കഴിഞ്ഞ വർഷം പ്രശ്നം ഉണ്ടായിരുന്നു. എല്ലാം അടുത്തടുത്തുള്ള സ്ഥലങ്ങളാണല്ലോ? അടുത്തടുത്ത സ്ഥലങ്ങളാണ്. ഇത് ഒരാടിനെ കൊന്നു വേറെ ഒരാടിനെ പരിക്കേൽപ്പിച്ചു. ആ ഒരു ആട് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ? ഉണ്ട്. അപ്പൊ അപ്പുറത്തുണ്ടല്ലേ? ഇപ്പൊ എന്താ പറഞ്ഞ നഷ്ടപരിഹാരത്തിന്റെ കാര്യമല്ല? നഷ്ടപരിഹാരത്തിന്റെ ഇത് നമ്മൾക്ക് ഓൺലൈനിൽ ഇത് അക്ഷയ വഴി ഇത് ചെയ്യാനാ പറഞ്ഞിട്ടില്ല. അവര് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തന്നിട്ടില്ല. അപ്പൊ ഞാൻ മറ്റേ തള്ളയാടിന് കഴുത്തിന് പരിക്ക് പിടിച്ചതിന്റെ പാടുണ്ട്, പരിക്കേൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതിന് ചികിത്സിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ 3 ദിവസമായിട്ട് ഞാൻ കൊണ്ടുവരുവാണ്. രക്ഷപ്പെടാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞോ? രക്ഷപ്പെടാൻ ഒരു 2 ദിവസം കൂടി കഴിയട്ടെ എന്നാ പറഞ്ഞത്. ഉറപ്പ് പറഞ്ഞിട്ടില്ല? ഉറപ്പ് പറഞ്ഞിട്ടില്ല. ആ കഴുത്തിന്റെ ഇത് പുലിന്റെ ഇതായതുകൊണ്ട് ഉള്ളുണങ്ങൂല എന്നാണ് ഡോക്ടർമാര് പറഞ്ഞിട്ട്. കൊല്ലപ്പെട്ട ആടിന് എത്ര വയസ്സ് പ്രായം? 3 വയസ്സ് പ്രായം അല്ലേ? ഇപ്പൊ പരിക്കേറ്റാനോ? പരിക്കേറ്റത് 5 വയസ്സുണ്ട്. 5 വയസ്സുണ്ടല്ലേ? രണ്ടും പെണ്ണാടാണ്? രണ്ടും പെണ്ണാടാണ്. അതിന്റെ ആദ്യത്തെ പ്രസവത്തിലുള്ള തള്ളയാടിന്റെ ആദ്യത്തെ പ്രസവത്തിലുള്ള കുഞ്ഞാണ് ഇപ്പൊ മരിച്ചത്. പിന്നെ തള്ളയ്ക്കാണ് കടിയേറ്റിട്ടുള്ളത്. അതിന്റെ ഒച്ച കേട്ടിട്ടാണ് ഞാൻ എണീറ്റ് വന്നത്. ക്യാമറ വെക്കുക അങ്ങനെ വല്ലതും ചെയ്തായിരുന്നോ? ക്യാമറ വനംവകുപ്പ് വന്നിട്ട് ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട്. ഇവിടെ വെച്ചിട്ടുണ്ടല്ലേ? ക്യാമറ കാണാം. ഇത് ഇന്നലെ 20-ാം തീയതി വെളുപ്പിന് 2 മണിക്ക്. ഓക്കെ. പിന്നെ 22-ാം തീയതി. അപ്പോൾ ഇന്നലെ
മെനിഞ്ഞാന്ന്. ഈ 3 ദിവസം ഞാൻ ഇപ്പോൾ തള്ളയാടിനെ കൊണ്ടുപോയി ഇഞ്ചക്ഷൻ അടിച്ച് വരുന്നുണ്ട്. പിന്നെ ഇങ്ങോട്ട് ഈ ഭാഗത്തേക്ക് വന്നതായിട്ടൊന്നും പിന്നെ വന്നതായിട്ട് ഇത് ഇല്ല, ക്യാമറയിലൊന്നും പതിഞ്ഞിട്ടില്ല. പിന്നെ രാത്രി ലൈറ്റ് ഇട്ട് വെക്കുന്നുണ്ടായിരിക്കും അല്ലേ? രാത്രി ലൈറ്റ് ഇടുന്നുണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ ആയതുകൊണ്ട് നിങ്ങൾക്ക് രാത്രി ഉറങ്ങാനും രാത്രി ഉറങ്ങാനും പറ്റുന്നില്ല. ഇപ്പോൾ ഏത് നേരം ഇതിൻ്റെ ഒരു ഓർമ്മയിലാണ്. ആടാണോ സ്ഥിരമായിട്ട് ആടുകളെ വളർത്തുന്ന ആളാണോ? സ്ഥിരമായിട്ട് 10-15 കൊല്ലമായിട്ട് ഞാൻ ആടിനെ ഇതേ കൂട്ടി തന്നെയാണ് വളർത്തിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഒരു അനുഭവം ആദ്യമായിട്ടാണ്. ആടുകളെല്ലാം ഇപ്പോൾ പറമ്പിൽ കെട്ടിയിട്ടിരിക്കുകയാണ്. അതിൽ ഒരാടിനാണ് ഇപ്പോൾ പരിക്കുള്ളത്. ഈ ആടിനെയാണ് പരിക്കേറ്റത് അല്ലേ? പരിക്കേറ്റത്. അതോടുകൂടി ക്ഷീണിച്ചു. ഇതിന്റെ ഇണനെയാണ് പിടിച്ചതല്ലേ? ഈ വെള്ളക്കാ പരിക്കേറ്റത്? ഈ എവിടെയായിട്ടാ? ഇതിന്റെ ഇവിടെയായിട്ടാണ് പിടിച്ചിട്ടുള്ളത്. അടുത്തല്ലേ? ഈ ചെവിയിലും കടിയുണ്ട്. ഇതാ ഈ കഴുത്തേലുള്ള ഇതാണ് കുറച്ച് ആഴമുള്ളത്. ഇത് ഏതാണ്? യമുനപ്പേരി മലബാറി ക്രോസാ. നല്ല വില. അതിന്റെ തുണേനെയാണ് കൊണ്ടുപോയതല്ലേ? അത്യാവശ്യം നല്ല വിലയുള്ള ആടുകൾ. നല്ല വിലയുള്ള ആടാ. ഏകദേശം ഇത് ഈ വലിപ്പമുള്ള ആടിനൊക്കെ നിങ്ങൾക്ക് എത്ര രൂപ? ഒരു 30,000 രൂപ ഒക്കെ വരും അല്ലേ? ആ പൈസ എങ്ങനെ നഷ്ടപരിഹാരം കിട്ടിയില്ലെങ്കിൽ? നഷ്ടപരിഹാരം കിട്ടിയില്ലെങ്കിൽ നമുക്ക് ആകെ. അതെ. അവരെന്താ പറഞ്ഞ കിട്ടാൻ ആ പൈസ കിട്ടുമെന്ന് പറഞ്ഞോ? പൈസേന്റെ ഒന്നും പറഞ്ഞിട്ടില്ല അല്ലേ? ഇപ്പോൾ ഓൺലൈനിൽ ഇത് ചെയ്യാനാ പറഞ്ഞിട്ടുള്ളത് അല്ലേ? അതിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയിട്ട് അപേക്ഷിക്കാന്നാണ് പറഞ്ഞിട്ടുള്ളത്. 2 ദിവസത്തിനുള്ളിൽ റെഡിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. RRTയിലെ ഉദ്യോഗസ്ഥൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ തെരയോ എല്ലാം ചെയ്തോ? തെരച്ചിൽ നടത്തിയതിൽ എന്താ പറഞ്ഞത്? തെരച്ചിൽ നടത്തിയതിൽ 3 കിലോമീറ്റർ ചുറ്റളവിൽ കണ്ടിട്ടില്ല. ഇനി ഇത് എവിടെയെങ്കിലും പതുങ്ങി കിടക്കുകയാണെങ്കിൽ അങ്ങനെ ഇതിൽ കിട്ടൂല എന്ന് പറഞ്ഞു. ഡ്രോൺ വെച്ച് നോക്കിയായിരുന്നു. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഈ പുലിയുടെ പ്രശ്നമുള്ളതുകൊണ്ട് ആടുകളെ മറ്റൊരു വീട്ടിലാണ് കൊണ്ടുപോയി കെട്ടുന്നതെന്നാണ് അവർ പറഞ്ഞിട്ട്. ഇപ്പോൾ ഈ കൂട്ടിൽ കെട്ടുന്നുമില്ല. ചെറുമാട് സ്വദേശിയാണ് ഞാൻ. എൻ്റെ പേര് രാജെന്നാണ്. 2025 ഈ പ്രദേശത്ത് പുലിൻ്റെ ശല്യം ഉണ്ടായിട്ട് ഞങ്ങളെ പ്രദേശത്ത് ചെറുമാട് സ്കൂളിൻ്റെ ഭാഗത്ത് കൂട് വെച്ചിരുന്നു. പിന്നെ പുലീനെ നമ്മളുടെ പുളിഞ്ചാല് ഭാഗത്തു നിന്നാണ് വലിയൊരു പുലീനെ പിടിച്ചത്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ചെറുമാട് പ്രദേശ സ്കൂളിൻ്റെ ഭാഗത്തൊക്കെ ആയിട്ട് പുലീൻ്റെ ശല്യം അനുഭവപ്പെട്ടിരുന്നു. പലരും കണ്ടതായിട്ട് പറഞ്ഞു. ഇപ്പം മിനിഞ്ഞാന്ന് നമ്മളെ കുടിൽമാരിയിലെ ഷാജീൻ്റെ ഒരാടിനെ കൊന്നു, വലിയൊരാടിനെ, ഒരു പെണ്ണാടിനെ കൊന്നു, ഒന്നിനെ പരിക്കേൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ ഫോറസ്റ്റിലുള്ളവരായാലും മെയിനായിട്ട് അവരാണ് ഇതിൻ്റെ ശ്രദ്ധിക്കേണ്ടത്. അവർ ശ്രദ്ധിക്കുന്നില്ല എന്ന് പറയുന്നില്ല, കാരണം നമ്മളെപ്പോൾ വിളിച്ചാലും ഫോറസ്റ്റും പോലീസും സ്ഥലത്ത് വരുന്നുണ്ട്. പക്ഷേ ഈ കർഷകർക്ക് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാകുന്ന ആടുകളെ, അതുപോലെ പിന്നെ പുറത്തിറങ്ങാൻ പറ്റാത്ത കുട്ടികളൊക്കെ ഇപ്പോൾ സ്കൂൾ തുറക്കാൻ പോവുകയാണ്. ആ സമയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാട് പിടിച്ച പ്രദേശങ്ങളുണ്ട്. ഈ സ്കൂളിൻ്റെ ഭാഗത്ത് തന്നെ, ചെറുമാട് സ്കൂളിൻ്റെ ഭാഗത്താണെങ്കിൽ ഒരു പൊതുശ്മശാനം കാട് പിടിച്ചെടുക്കുകയാണ് പഞ്ചായത്തിൻ്റെ. അപ്പോൾ ഇതൊക്കെ ഒന്ന് വെട്ടിത്തെളിച്ച്, അതേപോലെ തന്നെ ബന്ധപ്പെട്ട അധികാരികൾ ഇതിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തിയിട്ടില്ലെങ്കിൽ ഇത് കൂടുതലുള്ള സമരത്തിലേക്കും മറ്റുള്ള നാശനഷ്ടത്തിലേക്കും പ്രശ്നങ്ങളിലേക്കും പോകും എന്നാണ് പ്രദേശവാസി എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്. നെന്മേനി ഗ്രാമപഞ്ചായത്തിലെ 7-ാം വാർഡിലെ സാജി കുടിൽമാരിയിൽ എന്ന കർഷകൻ്റെ വീട്ടുമുറ്റത്താണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വളർത്ത് ആടുകളെ കഴിഞ്ഞ ദിവസം ഒരാടിനെ കൊല്ലുകയും ഒരാടിനെ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. കാട്ടുമൃഗങ്ങളുടെ വളരെ അധികമായി രൂക്ഷമായ ശല്യം ഇവിടെ ഈ പ്രദേശത്ത് വളരെയധികമായി കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കാട്ടുമൃഗശല്യം ഒഴിവാക്കുകയും അദ്ദേഹത്തിന് നഷ്ടപ്പെട്ട ആടിൻ്റെ
ആ നഷ്ടപരിഹാര തുക എത്രയും പെട്ടെന്ന് അനുവദിച്ച് കൊടുക്കാനുള്ള നടപടികൾ വനംവകുപ്പ് ചെയ്യണമെന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. ഈ വാർഡിൽ വേറെ എവിടെയെങ്കിലും പുലി ഇങ്ങനെ വളർത്തുമൃഗങ്ങളെ പിടിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? ചീരാലുണ്ടായിരുന്നല്ലേ? അപ്പം നമ്മളേതായാലും അവർ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ കേട്ടു. വളരെ ഭീകരമാണ് ഇവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത്. അവരുടെ വീടിൻ്റെ മുൻവശത്ത് കൂട്ടിൽ കെട്ടിയിരുന്ന ആടിനെയാണ്. 10-15 വർഷമായിട്ട് ആടുകളെ വളർത്തുന്ന ഒരു കർഷകനാണ് ഇപ്പോൾ നമ്മോട് സംസാരിച്ചത്. ഈ 15 വർഷത്തിനിടയ്ക്ക് ആദ്യത്തെ അനുഭവമാണ് അദ്ദേഹത്തിന് ഉണ്ടായിരിക്കുന്നത്. ഏതായാലും വളരെ ഭീകരമാണ് അവസ്ഥ എന്ന് പറയുന്നത്. പുലി തന്നെയാണെന്ന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. മാത്രമല്ല അവിടെ ക്യാമറ ട്രാപ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അത് മാത്രമല്ല ഒരു 3 കിലോമീറ്റർ ചുറ്റളവിൽ ഇവർ ഡ്രോൺ വെച്ചൊക്കെ പരിശോധിച്ചു എന്നാണ് ഇപ്പോൾ പറയുന്നത്. ഏതായാലും പുലിയെ കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല. ഇപ്പോൾ ആടുകളെയൊക്കെ അവർ വേറെ ഒരു വീട്ടിൽ കൊണ്ടുപോയി കെട്ടിയിടുകയാണ്. വളരെ ഭീതിയിലാണ് ആളുകളൊക്കെ ഉള്ളത്. ഇത്തരം ജനവാസ മേഖലയിലൊക്കെ പുലി വന്ന് ഇതുപോലെ വളർത്തുമൃഗങ്ങളെ പിടിക്കുക എന്ന് പറയുമ്പോൾ ആളുകളൊക്കെ വലിയ ആശങ്കയിലാണ്. പ്രത്യേകിച്ച് ക്ഷീരമേഖലയൊക്കെയാണ്. പശുക്കളെ വളർത്തുന്നവരുണ്ട്, ആടുകളെ വളർത്തുന്നവരുണ്ട്. ഇതിനൊക്കെ വലിയ ഭീഷണി തന്നെയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇതിന് ഒരു പരിഹാരം കാണുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ അകത്ത് ആളുകൾക്കൊക്കെ പറയാനുള്ള കാര്യം എന്ന് പറയുന്നത്. പക്ഷേ ഇത് നമുക്കറിയാം, കഴിഞ്ഞ വർഷം നമ്മൾ ചീരാലിലെ വിഷയമൊക്കെ നമ്മൾ എടുത്താണ്. ചീരാലിൽ കഴിഞ്ഞ വർഷം ഒരു 3-4 മാസത്തിനിടയ്ക്ക് 20-21 വളർത്തുമൃഗങ്ങളെ പുലി പിടിച്ചിരുന്നു. അതിനുശേഷം ആ പുലിയെ കൂട്ടിൽ ആപ്പെടുന്ന സാഹചര്യമൊക്കെ ഉണ്ടായത്. ഏതായാലും അതുപോലെ ആവുമോ എന്നുള്ളതൊക്കെയാണ് ഇപ്പോൾ ആളുകൾ പേടിക്കുന്നത്. തൊട്ടടുത്ത് തന്നെ ഒരു എസ്റ്റേറ്റ് ഉണ്ട്. ആ എസ്റ്റേറ്റിലാണ് ഈ ജീവികളൊക്കെ തമ്പടിക്കുന്നതെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ഇത്തരം കാട് പിടിച്ച് കിടക്കുന്ന എസ്റ്റേറ്റുകളൊക്കെ അടിയന്തരമായിട്ട് കാട് തെളിക്കാനായിട്ടുള്ള ഒരു ഇതും കൂടെ ഉണ്ടാക്കണം, അല്ലെങ്കിൽ അതിനുള്ള ഒരു നടപടിയും കൂടെ എടുക്കണം എന്നുള്ളതാണ് ജനങ്ങൾ ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. ഏതായാലും വലിയ ദുഃഖത്തിലും വലിയ ഭീകരാവസ്ഥയിലും തന്നെയാണ് ഈ പ്രദേശത്തുള്ള ആളുകളുള്ളത്. എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കാണട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കണം. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.